ഇറാന്റെ പരമോന്നത നേതാവായി നിയമിതനായ ആയത്തുള്ള മുജ്തബ ഖാംനെയ്ക്ക് ആശംസകൾ അറിയിച്ചും അഭിനന്ദനങ്ങൾ നേർന്നും ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ്. സൗഹൃദ രാജ്യമായ ഇറാനെ നയിക്കാനും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും പുതിയ നേതാവിന് കഴിയട്ടെയെന്ന് സുൽത്താൻ ആശംസിച്ചു. ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖാംനെയി രക്തസാക്ഷ്യം വരിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പിൻഗാമിയായി മകൻ മുജ്തബ ഖാംനെയി പരമോന്നത നേതാവാകുന്നത്. ഇറാൻ പ്രസിഡന്റും സൈന്യവും സുപ്രീം കൗൺസിലും 56-കാരനായ മുജ്തബയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇറാൻ വിപ്ലവം നടക്കുമ്പോൾ 10 വയസ്സായിരുന്നു മുജ്തബയ്ക്ക് പ്രായം. മഹാബാദിൽ മതപഠന വിദ്യാർത്ഥിയായിരുന്നു അന്ന് മുജ്തബ. ഖാംനെയ്ക്കൊപ്പമായിരുന്നു മുജ്തബ കുടുംബസമേതം താമസിച്ചിരുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ ആദ്യ മണിക്കൂറിൽ തന്നെ ഖാംനെയ്യുടെ കൊട്ടാരത്തിൽ മിസൈൽ പതിച്ചു. ഖാംനെയ്ക്കൊപ്പം കൊല്ലപ്പെട്ടവരിൽ മുജ്തബയുടെ ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. ഈ സമയം മുജ്തബ കൊട്ടാരത്തിലില്ലായിരുന്നു. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടാണ് മുജ്തബ ആ പദവിയിലെത്തുന്നത്. അതേസമയം മുജ്തബയുടെ നേതൃത്വം അംഗീകരിക്കില്ലെന്ന് ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. തങ്ങളുടെ അനുമതിയോ താൽപര്യമോ പരിഗണിക്കാതെയാണ് ഇറാൻ പുതിയ നേതാവിനെ തെരഞ്ഞെടുത്തതെന്നും അധികനാൾ വാഴിക്കില്ലെന്നുമാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. ഗൾഫ് മാധ്യമം, മസ്കത്ത്.